ഒന്ന്. പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത്? പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത്? കോയമ്പത്തൂർ. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്നത് കേരളം. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച ആഭ്യന്തര അടിയന്തരാവസ്ഥ എത്ര മാസം നീണ്ടുനിന്നു? എത്ര മാസം നീണ്ടുനിന്നു? 21 മാസം. രാത്രിയിൽ മുട്ടയ്ക്ക് ആൺപക്ഷി അടയിരിക്കുന്ന വിഭാഗം ഏത്? ഒട്ടകപ്പക്ഷി. അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ബി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര ദിവസം തടവറ വാസം അനുഭവിച്ചിട്ടുണ്ട്? 249 ദിവസം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥൻ ആര്? ജനറൽ ഡയർ. കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ആദ്യ ചെയർമാൻ ആര്? ഡോക്ടർ കെ.എൻ. പണിക്കർ. കുമാരഗുരുദേവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര്? പൊയ്കയിൽ അപ്പച്ചൻ. 1949 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റായത് ആര്? 1949 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആയത് ആര്? മന്നത്ത് പത്മനാഭൻ. ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആര്? വിക്രം സാരാഭായ്. മേഘങ്ങളുടെ പാർപ്പിടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? മേഘാലയ. ഗാന്ധിജി ബ്രഹ്മചാര്യ ജീവിതാചാരവുമായി സ്വീകരിക്കാൻ തീരുമാനിച്ച വർഷം? 1906. ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? അനുച്ഛേദം 63. മെയ് 1 നിലവിൽ വന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം മഹാരാഷ്ട്ര. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പ്രഖ്യാപിക്കപ്പെട്ട വർഷം? 1857. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഏത്? ഉത്തരം ഒട്ടകം. ഇരവികുളം വന്യജീവി സങ്കേതത്തെ നാഷണൽ പാർക്ക് പ്രഖ്യാപിച്ച വർഷം ഏത്? 1978. ഭൂമിയെ പൊതിഞ്ഞു നിൽക്കുന്ന വാതകങ്ങളുടെ ആവരണത്തെ എന്തു വിളിക്കുന്നു? അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? നൈട്രജൻ. സൂര്യനിൽ നിന്നുള്ള അപകടകരമായ ഏത് രശ്മികളിൽ എന്നാണ് ഓസോൺ പാളി നമ്മളെ സംരക്ഷിക്കുന്നത്? സൂര്യനിൽ നിന്നുള്ള അപകടകരമായ ഏത് രശ്മികളിൽ നിന്നാണ് ഓസോൺ പാളി നമ്മളെ സംരക്ഷിക്കുന്നത്? അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന്. ഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ ഭൂരൂപങ്ങൾ ഏതാണ്? പർവ്വതങ്ങൾ. ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയരമുള്ളതും മുകൾ ഭാഗം പരന്നതുമായ ഭൂരൂപം ഏതാണ്? പീഠഭൂമി. രാത്രിയും പകലും തുല്യമായിരിക്കുന്നത് ഏത് ഭൂമേഖലയിലാണ്? ഭൂമധ്യരേഖ പ്രദേശത്ത്. മുദ്രബാങ്കിന്റെ ആസ്ഥാനം എവിടെ? ന്യൂഡൽഹി. കുങ്കുമപ്പൂവിന്റെ നാട് എന്നറിയപ്പെടുന്നത് കാശ്മീർ. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? ഹൈഡ്രജൻ. സ്ത്രീകൾക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുമതി കൊടുത്ത വർഷം? 1900. ലോകത്തിന്റെ വജ്ര തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? കിംബർലി.
കേരള വ്യാസൻ എന്നറിയപ്പെട്ടത് ആര്? കേരള വ്യാസൻ എന്നറിയപ്പെട്ടത് ആര്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ ആര്? ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ ആര്? ഹണ്ടൺ കമ്മീഷൻ. ഗാന്ധി ജീവിതവും ചിന്തയും ആരുടെ കൃതിയാണ്? ഗാന്ധി ജീവിതവും ചിന്തയും ആരുടെ കൃതിയാണ്? JB കൃപലാനി. ഇംഗ്ലണ്ടിൽ ഗാന്ധിജി പഠനം നടത്തിയ വിദ്യാലയം. ഇംഗ്ലണ്ടിൽ ഗാന്ധിജി പഠനം നടത്തിയ വിദ്യാലയം ഇന്നർ ടെമ്പിൾ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏത്? ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏത്? ചന്ദ്രൻ. മുതുമല വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? മുതുമല വന്യമൃഗ സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? തമിഴ്നാട്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത ആര്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത ആര്? ജസ്റ്റിസ് KK ഉഷ. ഭൂമുഖത്തെ ഏറ്റവും വലിയ ജന്തു ഏത്? ഭൂമുഖത്തെ ഏറ്റവും വലിയ ജന്തു ഏത്? നീല തിമിംഗലം. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ധനമന്ത്രി ആര്? കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ധനമന്ത്രി ആര്? KM മാണി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം കോളനി ഭരണത്തിന് വിധേയമായ പ്രദേശം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം കോളനി ഭരണത്തിന് വിധേയമായ പ്രദേശം ഏത്? ഗോവ. ഇംഗ്ലണ്ടിൽ അടിമത്തം അവസാനിപ്പിച്ച വർഷം. ഇംഗ്ലണ്ടിൽ അടിമത്തം അവസാനിപ്പിച്ച വർഷം 1833. കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏത്? കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏത്? ജപ്പാൻ. അഹമ്മദാബാദ് നഗരത്തിന്റെ സ്ഥാപകൻ ആര്? അഹമ്മദാബാദ് നഗരത്തിന്റെ സ്ഥാപകൻ ആര്? അഹമ്മദ് ഷാ ഒന്നാമൻ. ഇന്ത്യയുടെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? ഇന്ത്യയുടെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? വാറൻ ഹേസ്റ്റിങ്സ്. മഹാത്മാഗാന്ധി ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ വെച്ചാണ്? മഹാത്മാഗാന്ധി ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ വെച്ചാണ്? സബർമതി ആശ്രമം. പ്ലാസി യുദ്ധത്തിന്റെ അനന്തരഫലം എന്തായിരുന്നു? പ്ലാസി യുദ്ധത്തിന്റെ അനന്തരഫലം എന്തായിരുന്നു? ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ പാകി. പ്ലാസി യുദ്ധത്തിന്റെ അനന്തരഫലം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകി. അന്താരാഷ്ട്ര പുസ്തക വർഷം. അന്താരാഷ്ട്ര പുസ്തക വർഷം 1972. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആര്? ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആര്? ഉത്തരം VV ഗിരി. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട ബിർള ഹൗസ് എവിടെയാണ്? മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട ബിർള ഹൗസ് എവിടെയാണ്? ന്യൂഡൽഹി. IT സാക്ഷരതാ പദ്ധതിയായ അക്ഷയക്ക് രൂപം കുറിച്ച ജില്ല ഏത്? IT സാക്ഷരത പദ്ധതിയായ അക്ഷയക്ക് തുടക്കം കുറിച്ച ജില്ല ഏത്? മലപ്പുറം. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി അത്ലറ്റ് ആര്? അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി അത്ലറ്റ് ആര്? TC യോഹന്നാൻ.